ഒരു കുട്ടിയിൽ നിന്ന് അവന്റെ ക്രിയേറ്റിവിറ്റി എടുത്തു മാറ്റിയാൽ ജസ്റ്റ് എ വെജിറ്റബിൾ എന്നേ പറയാൻ പറ്റുള്ളൂ. അല്ലേ, ഈ പ്രാക്ടിക്കൽ നോളജിൽ ഇപ്പോൾ ആയുർവേദത്തിൽ തന്നെ ഇപ്പോൾ റീനൽ ട്രബിൾ തുടങ്ങുന്ന ഒരാൾക്ക് ഞെരിഞ്ഞിൽ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് നല്ലതുണ്ടാവും എന്നുള്ളത് പ്രാക്ടിക്കൽ ആയുർവേദത്തിന്റെ നോളജാണ്. രാവിലെ വെറും വയറ്റിൽ നമ്മൾ എപ്പോഴാണ് വെള്ളം കുടിക്കേണ്ടത്, എങ്ങനത്തെ വെള്ളം കുടിക്കണം, എങ്ങനെ കുടിച്ചുകൂടാ, ഇതെല്ലാം ആയുർവേദത്തിലെ പ്രാക്ടിക്കൽ നോളജാണ്. പക്ഷേ ഇത് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടണമെന്നില്ല. കാരണം ശരിക്കും വൈദ്യന്മാർ എന്താണ് ഉദ്ദേശിച്ചത് അത് ഓരോ രീതിയിലുള്ള, ഇപ്പൊ നമുക്ക് വാദം പിത്തം കഫം എന്ന് പറഞ്ഞ് 3 രീതിയിലുള്ള ശരീരത്തിന് ഓരോന്നിനും ഓരോ രീതിയാണ്. ആ രീതി അറിഞ്ഞ് ചികിത്സിക്കാൻ ഗൂഗിളിൽ അറിയില്ല. കാരണം ഗൂഗിൾ വിൽ നോട്ട് നോ ഹൗ ഇറ്റ് ഈസ്. അപ്പൊ ഈ പ്രാക്ടിക്കൽ നോളജ് ലിമിറ്റേഷൻസ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് വേറൊരു വലിയ പ്രശ്നം ഇപ്പൊ ഡോക്ടർ ഞെരിഞ്ഞിൽ വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഭ്രാന്താന്ന് പറയും. അതിന് പകരം ഒരു ക്യാപ്സ്യൂൾ കൊടുത്ത് നോക്കട്ടെ, നല്ല ഡോക്ടർ. അത് അല്ല, നമ്മള് ചില കാര്യങ്ങൾക്ക് ചില സംഭവം നമ്മുടെ പേഷ്യൻസ് നമ്മുടെ മുന്നിൽ വന്ന് മൊത്തം കൺസൾട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇന്ന ഭക്ഷണം ഒഴിവാക്കിയാൽ മതി, അല്ല മരുന്നൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ വെളിയിൽ ഇറങ്ങിയിട്ട് ആ ഡോക്ടർക്ക് ഒന്നും അറിയത്തില്ല, തൃപ്തിയില്ല, അത് കൊടുക്കണം. അല്ല, അതിനകത്ത് വേറൊരു, ഇപ്പൊ മാം പറഞ്ഞത് വേറൊരു പ്രശ്നം എന്താ പറയുക, ഞാൻ നമ്മൾ നേരത്തെ ഈ സിവിക് സെൻസ് നമ്മളുടെ സിലബസിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ആവശ്യകത പോലെ തന്നെ നമ്മളുടെ സിലബസിൽ ഏറ്റവും അത്യാവശ്യം ഉൾപ്പെടുത്തേണ്ട ഒന്ന് ഈ ക്രൈസിസ് മാനേജ്മെന്റ് ആണ്, മെന്റലി ആൻഡ് ഫിസിക്കലി. ഈ തലമുറയിൽ വരുന്ന കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം അവരെ ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. നിങ്ങൾ അവരെ വിളിച്ചിരുത്തി നിങ്ങൾക്ക് ആരെയും ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റത്തില്ല.